നമ്മുടെ നാട്ടിലെ കൃഷി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് കടമ്പകൾ കിടക്കണം അതിൽ വിജയിക്കണമെങ്കിൽ, ആദായം ലഭിക്കണമെങ്കിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമായിരിക്കണം. രണ്ടാമത്തെ കാര്യം വെള്ളം, നല്ല രീതിയിൽ വെള്ളം വേണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, നോക്കിയെടുക്കുന്ന വിത്തുകൾക്ക് ക്വാളിറ്റി വേണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മൂന്നും നല്ല രീതിയിൽ കിട്ടും. കാരണം വെച്ചാൽ ഞാൻ എടുക്കുന്ന വിത്തുകളും വെള്ളവും കാലാവസ്ഥ എനിക്ക് അനുകൂലമാണ്. പക്ഷേ എനിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് കാട്ടുപന്നിയുടെ ശല്യം, അത് രൂക്ഷമായ രീതിയിലാണ് കാട്ടുപന്നി ശല്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തത്തയുടെ ശല്യം. കാട്ടുപന്നീനെ വേലിയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് പൊളിച്ചെങ്കിലും അകത്ത് കയറി വരുള്ളൂ. നമുക്ക് അങ്ങനെയെങ്കിലും അത് പൊളിച്ച അകത്ത് കയറി വരത്തുള്ളത് കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ തത്തേനെ നമ്മളെങ്ങനെ ഓട്ടിക്കുന്നൊരു പിടുത്തമില്ല. തത്തയെന്ന് പറഞ്ഞാൽ അതിഭീകരമായ രീതിയിലാണ് എൻ്റെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു കുഞ്ഞു ജീവിയാണ്, അത് കണ്ടില്ലേ. വേണ്ട, അടുത്തത് വേണ്ട, ഇത് കണ്ടില്ലേ. മുഴുവനും എല്ലാ പയറുകളും അതിൻ്റെ പയർമണികൾ മാത്രം നിന്നിട്ട് അതിൻ്റെ തൊലികൾ മാത്രമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ധാരാളം കായകളുണ്ട്. ഇത് മുഴുവനും ഇതിൽ നിൽക്കുന്ന കായകളാണ്. ഈ നിൽക്കുന്നതെല്ലാം കായകളാണ്. മുകളിലോട്ട് നിൽക്കുന്നത് കണ്ട് ഇത് കണ്ടില്ലേ, ഇതെല്ലാം കായകളാണ്. എൻ്റെ കണ്ടില്ലേ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ തത്തയുടെ ശല്യം. ഇതിന് മുന്നേ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾ മരിച്ചീനിയാണ് ഇട്ടിരുന്നത്. 40,000 രൂപ മുടക്കി എന്താണ് പറയുന്നത്, മരിച്ചീനി ഇട്ട് ഹിറ്റാച്ച് ഇറക്കി കിളച്ച് കൃഷി ചെയ്തായിട്ടിരുന്ന വയലാണ്. 10-30 വർഷമായിട്ട് കൃഷി ചെയ്യാതിട്ടിരുന്ന വയലിന് അദ്ദേഹം ഇത്രയും പൈസ മുടക്കി ഇവിടെ വയൽ കൃഷി ചെയ്യുന്ന രീതിയിലാക്കിയെടുത്ത് മരിച്ചീനി ഇട്ട് കാട്ടുപന്നി ഇറങ്ങി അദ്ദേഹത്തിന് 40,000 രൂപ മുടക്കിയപ്പോൾ ആകപ്പാട് കിട്ടിയത് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ വെറും 4,000 രൂപയാണ് കിട്ടിയത്. ഇത്രയും രൂപ അദ്ദേഹം മുടക്കിയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതാണ് 4,000 രൂപ. അതോടുകൂടി അദ്ദേഹം കൃഷി മടുത്തു. അദ്ദേഹം പറഞ്ഞ് ഞാനിതൊന്നും ചെയ്യുന്നില്ല, വയലെങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എങ്കിൽ കാര്യം ചെയ്യാം, ഞാനെടുക്കാം വയൽ, ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ടത്തിന് ഞാൻ വയലെടുക്കുന്നത്. ഞാൻ വാഴ വെച്ചു. വാഴകളെല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മളെ ആവശ്യത്തിന് കുറച്ചെങ്കിലും പച്ചക്കറിയും കൂടെ നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു. ഇത് കണ്ടില്ലേ, ഇതെല്ലാം കേടായി പോയില്ല. അങ്ങനെ പച്ചക്കറിയൊക്കെ നട്ടു. വിളവുകൾ ആവശ്യത്തിന് വിളവും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള ശല്യങ്ങളാണ്. വിളവുകളൊക്കെ ധാരാളം ലഭിക്കുന്നുണ്ട്. പക്ഷേ തത്ത ശല്യമാണ് എനിക്കിപ്പം മെയിനായിട്ടുള്ള പ്രശ്നം. ഇതെല്ലാത്തിലും വന്നിരുന്ന് കൊത്തുന്നുണ്ട് തത്ത. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ തത്തയെ പിടിക്കുകയോ പന്നിയെ പിടിക്കുകയോ ചെയ്താൽ അപ്പോൾ സർക്കാരും അതിനുവേണ്ടി ആൾക്കാരൊക്കെ ഇടപെടും. ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഉദാഹരണത്തിന് 40,000 രൂപ മുടക്കി കഴിഞ്ഞ കൃഷി ചെയ്ത ആൾ അദ്ദേഹത്തിന് 4,000 കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷിഭവനിലും ഫോറസ്റ്റ് ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങി അപേക്ഷ കൊടുത്താൽ അദ്ദേഹത്തിന് 1 രൂപ പോലും നഷ്ടപരിമായിട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇനിയും എനിക്ക് കിട്ടിയതല്ലേ അപ്പോൾ വീണ്ടും ചെയ്ത് നോക്കാമെന്നുള്ള ധൈര്യം വരും. അദ്ദേഹം അതോടുകൂടി കൃഷി തന്നെ വെറുത്തു. അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതെല്ലാം തിന്ന് നിർത്തിയിരിക്കുക പയറുകൾ മുഴുവനായിട്ട്. എല്ലാ പയറുകളും ഇത് കണ്ടില്ലേ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തമാശയായിട്ട് തോന്നും. ഇതുണ്ടോ, ഇത് മുഴുവനായിട്ടും തത്ത തിന്നതാണ്. കാരണം ഇതിന് മുന്നേ ഞങ്ങൾക്ക് പറിക്കാനും പറ്റത്തില്ല. ഇതിന് മുന്നേ പറിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കണ്ടില്ലേ, പയർ വിളയുന്നവ പറിച്ചിട്ട് കാര്യമില്ല, ആരും വാങ്ങത്തില്ല. പയർ വിളഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചാൽ ഇതാണ് അവസ്ഥ. നാട്ടിൽ 5-6 പേരെ കൊല്ലുന്നവർക്ക് സർക്കാരിൻ്റെ വക സഹായങ്ങളുണ്ട്. പിന്നെ ഈ കാട്ടുപന്നികളെ പിടിച്ചാലും അങ്ങനെ എന്തെങ്കിലും
ജീവികളെ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇതുപോലെ നാട്ടിൽ അന്നം കൊടുക്കുന്ന കർഷകർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിന് മാത്രം ഇവിടെ ഒരു നിയമമില്ല. അവർക്ക് വേണ്ടി കൃഷിഭവൻ ഉണ്ടെന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലും കൃഷിഭവനുണ്ട്, ഒരു ഉപയോഗമില്ലാത്ത കൃഷിഭവനാണ് അവിടെ. കണ്ടില്ലേ, 10-12 പയർ വെച്ചാൽ എനിക്ക് 10-30 രൂപ കിട്ടുന്നത് കണ്ടില്ലേ. അതുപോലും എനിക്കിപ്പം കിട്ടുന്നില്ല ഈ തത്ത ശല്യം കാരണം. ഇത്രത്തോളം മൃഗീയമായിട്ടാണ് അതൊക്കെ നമ്മളെയൊക്കെ ആക്രമിക്കുന്നത്. അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. 1-2 100 കണക്കിന് പയറുകളാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഒന്നില്ലല്ലോ, എല്ലാത്തിലും അത് കഴിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാം. കണ്ടില്ലേ, ഇത് മുഴുവനും തത്ത കടിച്ച് നശിപ്പിച്ച പയറാണ്. അതാ കണ്ടേ, ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഈ മുഴുവനും ഉണ്ടല്ലേ. ഇനിയും ഉണ്ട് കേട്ടോ, സോറി, ഇതൊന്നും ഞാൻ കണ്ടില്ല. ഇതെല്ലാം തത്ത തിന്ന പയറുകളാണ്. ഈ പാവ കർഷകർക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം ബഹുമാനപ്പെട്ട കേരള സർക്കാർ മുഖവിലയ്ക്ക് എടുക്കണം. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കർഷകർ പോയപ്പോൾ ഇവിടെ എല്ലാവരും ന്യായീകരിച്ചവരല്ലേ. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും ഇവിടെയുള്ള എല്ലാ മന്ത്രിമാരും അത് സംസാരിച്ച് അവരങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചാൽ ഇതിനെതിരെയും കൂടിയൊക്കെ നിങ്ങൾ വല്ലതൊക്കെ ചെയ്യണം. ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളെങ്കിലും ചെയ്താൽ മതി. കൃഷിഭവനെല്ലാം വഴിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയും, അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മളെ കൃഷിഭവനിലെ ലിസ്റ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും അതിൻ്റെ ധനസഹായങ്ങളും അതിൻ്റെ ഇടവള കൃഷിക്കുള്ളതായിരുന്നാലും വളങ്ങളായിരുന്നാലും സബ്സിഡി ആയിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ഓരോരുത്തർക്ക് കിട്ടത്തുള്ളൂ, എല്ലാവരും കിട്ടത്തില്ല. അത് നിങ്ങളെ ഓരോ പാർട്ടിക്കാരുമായിട്ട് അനുഭവിയൊക്കെ മാത്രമേ അവർ മേടിച്ചു കൊടുക്കും. നിഷ്പക്ഷരായ കുറച്ച് കർഷകർക്ക് ഒരു തേങ്ങയും കിട്ടത്തില്ല.